ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഹോദരീ സഹോദരന്മാരെ, പെരിന്തൽമണ്ണ നഗരസഭയുടെ 19-ാം വാർഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ്, ഒരു ചടങ്ങാണ് നടക്കാനിരിക്കുന്നത്. സ്വർണ്ണരാവ് എന്ന പേരിലുള്ള ഒരു മഹത്തായ പരിപാടി CH കലാസമിതി 1 പോയിന്റ് ഇവന്റ്സും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന കാര്യം അത് വളരെ പ്രത്യേകതയുള്ളതായി തീരുന്നത് 60 വയസ്സ് കഴിഞ്ഞ ഈ വാർഡിലെ 60 വയസ്സ് കഴിഞ്ഞ മുതിർന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് അത് നടത്തുന്നത് എന്നതാണ്. മുതിർന്നവർക്ക് കൊടുക്കേണ്ട പരിഗണന, ആദരം, ഇതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അവബോധം വളരെ അത്യാവശ്യമായി തീരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയേണ്ടതില്ല. മുതിർന്നവരെ പൊതുവെ അവർക്ക് ലഭിക്കേണ്ടതായ ധാർമ്മികമായും സാംസ്കാരികമായും നിയമപരമായും ഒക്കെ ലഭിക്കേണ്ടതായിട്ടുള്ള പരിഗണന ഇന്ന് ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. കുറേശ്ശെയെങ്കിലും, കുറേശ്ശെ എന്ന് പറഞ്ഞുകൂടാ, അത് വർദ്ധിച്ചു വരികയാണ് അവരോടുള്ള അവഗണന. അത് വളരെ നിർഭാഗ്യകരമാണ്, അത് വളരെ സംസ്കാരഹീനമാണ്. അത് തുടർന്നാൽ എവിടെയാണ് നാട്, സമൂഹം എത്തിച്ചേരാന്ന് പറയാൻ കഴിയില്ല. വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്നത് അവർക്ക് ഒരു ഇടം, അവർക്ക് അവരുടെ താമസത്തിനും ജീവിതത്തിനും ഒരിടം എന്ന നിലയിൽ നല്ലതാണെങ്കിലും അതിന്റെ പിന്നിലും വലിയ ചോദ്യചിഹ്നങ്ങളുണ്ട്. വീടുകളിൽ മക്കൾ, മാതാപിതാക്കളെ, മുതിർന്നവരെ പാർപ്പിച്ച് പരിപാലിച്ച് സ്നേഹിച്ച് അവരെ കൊണ്ട് നടക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണല്ലോ പലരും വീടുകളിൽ നിന്ന് പുറത്തായിട്ട് വൃദ്ധസദനങ്ങളിൽ പോയിട്ട് പാർക്കേണ്ടി വരുന്നത്. ആ ഒരു സാഹചര്യം കേരളീയ സമൂഹത്തിന് വലിയ ഭീഷണിയായിട്ട് വളർന്നു വരികയാണ്. സമൂഹത്തിന്റെ ധാർമ്മികമായ മനസ്സാക്ഷിയെ തന്നെ നിഷേധിക്കുന്ന രീതിയിലുള്ള സംഗതിയാണ് മാതാപിതാക്കളോടും മുതിർന്നവരോടുമുള്ള ഈ ഒരു വളരെ തെറ്റായ മനോഭാവം. അതുകൊണ്ട് അവരൊക്കെ പരിഗണിക്കണം. അവർക്ക് വേണ്ടതായ പരിപാലനം, ശുശ്രൂഷ, ചികിത്സ എല്ലാം നൽകാൻ ഉള്ളതായ ഒരു സാഹചര്യം വീടുകൾക്കകത്തും സമൂഹത്തിലും പൂർണ്ണമായി ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളൊരു ആരോഗ്യമുള്ള, സംസ്കാരമുള്ള, നിലവാരമുള്ള ഒരു സമൂഹമായിട്ട് മാറുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 19-ാം വാർഡിലെ കൗൺസിലർ പ്രിയ സഹോദരൻ ഹുസൈൻ റിയാസ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലും അദ്ദേഹത്തിന്റെ താല്പര്യത്തിലുമാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളതും വളരെ താല്പര്യജനകമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഹുസൈൻ റിയാസ് ഈ പരിപാടിയെപ്പറ്റി എന്നോട് സംസാരിച്ചതാണ്, ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. ഈ പരിപാടി നടക്കുന്നത് വളരെ സന്തോഷമുളവാക്കുന്നു. അത് നടക്കട്ടെ ഭംഗിയായിട്ട്. അതിനി തുടർന്നുള്ള നടപടികൾ ഉണ്ടാവട്ടെ. പെരിന്തൽമണ്ണയിൽ ഈ വാർഡിൽ മാത്രമല്ല, എല്ലാ ഭാഗത്തും, എല്ലാ മറ്റ് നഗരസഭകളിലും പഞ്ചായത്തുകളിലൊക്കെ പലതും നല്ലത് നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പം തന്നെ പുറപ്പെടുന്നത് ഒരു വയോജന, വലിയ വിപുലമായ ഒരു വയോജന സമ്മേളനത്തിലേക്ക്, സംഗമത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പാണ് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുന്നത്. ഞാൻ തന്നെ ഇങ്ങനെയുള്ള നിരവധി പരിപാടികളിൽ, ഒരു മാസത്തിൽ ഇങ്ങനെയുള്ള നിരവധി പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അവരൊക്കെ മുതിർന്നവരെ കാണുക, അവരുടെ പരിപാടിയിൽ പോവുക, അവരോടൊപ്പം സമയം ചെലവഴിക്കുക. ഞാൻ വളരെ സന്തോഷത്തോടെ, അഭിമാനത്തോടെ, വളരെ കൃതാർത്ഥതയോടുകൂടി ചെയ്യുന്ന, വളരെ പുണ്യമായി കരുതുന്ന കാര്യങ്ങളിലൊന്നാണിത്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആയുരാരോഗ്യം ഒക്കെ ഉണ്ടാകട്ടെ. സർവശക്തൻ, കാരുണ്യവാനായ സർവശക്തൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും, അവർക്ക് അസുഖമുള്ളവർക്ക് സുഖം പ്രാപിക്കട്ടെ. അതേമാതിരി ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും വിഷമമുള്ളവർക്ക് വിഷമങ്ങളും ആധികളും ഒക്കെ ഇല്ലാതാവട്ടെ. പ്രാർത്ഥനകളോടെ, ആശംസകളോടെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.
ആദരം, ബഹുമാനം, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മുതിർന്നവരോടും എനിക്കുള്ള ബഹുമാനം, സ്നേഹം അറിയിച്ചു കൊള്ളട്ടെ.